നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോസേജ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമ്മൾ കറിക്ക് വേണ്ട സോസേജ്, സവാള, തക്കാളി, മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെക്കുന്നു. സവാള ഇതുപോലെ നമ്മൾ കറിക്ക് അരിയുന്ന പോലെ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അരിഞ്ഞ് തക്കാളി അതുപോലെ അരിഞ്ഞെടുത്ത് വെക്കുന്നു. തക്കാളി 2 നമ്മളെടുത്തത്. ആ 2 ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3 ജാറിലേക്ക് ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വയ്ക്കും. അതിനുശേഷം നമ്മൾ സോസേജാണ് ചെയ്യുന്നത്. സോസേജ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ സ്ലൈസ് ചെയ്തെടുക്കും. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറുതാക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ സൈസിൽ വേണമെങ്കിൽ വലിയ സൈസിലാക്കി എടുക്കാനായിട്ട് ഇതിൻ്റെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കട്ട് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് മസാല കൂട്ട് ആഡ് ചെയ്യും. ജസ്റ്റ് കുറച്ച് പെരുംജീരകവും കറുകപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നേരത്തെ ക്രഷ് ചെയ്ത് അതിട്ട് കൊടുക്കും. ചാറ് നമ്മളിപ്പോൾ കഴുകാൻ പോകണ്ട, ചാറ് മാറ്റിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പാനിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. അതിന് ശേഷം ഒന്ന് കളറൊന്ന് മാറി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള അതിനകത്തേക്ക് ഇടും. സവാള നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് വഴണ്ട് വരുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് സവാള ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. ദെൻ മസാലപ്പൊടി ഇടുക, നോർമൽ ഗരം മസാല. അതിനുശേഷം നമ്മളിടാൻ പോകുന്നത് ചിക്കൻ സോസേജ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ മസാലയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അധികം ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ചൊക്കെ ചിക്കൻ മസാല അധികം ഇടും. അതിന് ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി വന്നിട്ടുണ്ട്. കുരുമുളകിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് പച്ചമണമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച് തക്കാളി ഇടുക. തക്കാളി ഇട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജാറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് കറക്കിയിട്ട് അതിനകത്തേക്ക് ഒഴിക്കുക. അത് വെച്ച് അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം ഇതുപോലെ തുറന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ടാവും. അതൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. നല്ലൊരു തിക്ക് ഗ്രേവി രൂപത്തിലേക്ക് നമ്മുടെ കറി മാറിയിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ആ ഗ്രേവി ഒന്ന് ലൂസാക്കുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന സോസേജ് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. സോസേജിന് പകരം നമ്മൾ